എല്ലാവർക്കും മിടുക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ്. എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് പോകാം. കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലപ്പരിപ്പാണ്. അത് നമ്മൾ 2 മണിക്കൂർ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് അരിച്ചെടുത്തതാണത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ചേന അരിഞ്ഞതും 2 കായ അരിഞ്ഞതും 1/4 കപ്പോളം ക്യാരറ്റ് അരിഞ്ഞതുമാണ്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഈ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അത് വേവാൻ ആവശ്യമായി 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അത് വേവിക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയ്ക്ക് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇതിൽ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഈ വേവിച്ച കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയിലേക്ക് ചേർക്കാനായി 1 തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 1/4 ഭാഗത്തോളം തേങ്ങ ചിരകിയതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി നമുക്ക് വരച്ചെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് കടുക് പൊട്ടിക്കാൻ ആവശ്യമായി വേണ്ട കടുകും പിന്നെ 2 ഉണക്കമുളകുമാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള തേങ്ങയോടൊപ്പം വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങയും നല്ല ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഈ അരപ്പ് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പും നമ്മുടെ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പും കൂടി ഇതിലേക്കൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് ഒരു കടായി വെച്ചിട്ട് നമ്മുടെ ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങ കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തേങ്ങ വറുത്ത് നമുക്ക് നമ്മുടെ കറിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുൻപ് നമ്മുടെ കറിയിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എത്രയാണ് അളവെന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്